മെസ്സേജ് ചെയ്താൽ മതിയോ? കോൾ ചെയ്തെന്ന് പറയാൻ മെസ്സേജ് ചെയ്താൽ മതിയോ? മെസ്സേജ് പ്രപ്പോസ് ചെയ്യാം. പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ടേക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. ഇത് AK Vlogs 20 rupees സൂപ്പർ ചാറ്റ്. എടാ പാറ പെട്ടെന്ന്. നോ 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 എടാ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു തമാശ എന്നുള്ള ഇതിലാണ് ഞാനത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആവേശം കാണിച്ചത്. പക്ഷെ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് ആലോചിക്കുമ്പോൾ പ്രശ്നമാണ്. മനസ്സിലായത് വെറുതെ ഒരു ഫീലിങ്സ് വെച്ച് കളിക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോഴേ ഒരു ഡിസ്ക്ലെയിമർ, ഞാൻ വിളിക്കാം, ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോയത് ഇപ്പോഴേ ഒരു ഡിസ്ക്ലെയിമർ ചെയ്യാം. ഇത് വെറും ചാറ്റ് പറഞ്ഞുകൊണ്ട് ഒരു ചാലഞ്ചിന്റെ പുറത്ത് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. ഇതിന് റിയൽ ഫീലിങ്സുമായിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ ഓക്കെ ചാറ്റ് ഇല്ല, ബന്ധമില്ല. ബന്ധമുണ്ടോ? മനസാക്ഷിനോട് ചോദിക്കും. എടാ അങ്ങനെയാണ് നമ്മള് പ്രപ്പോസ് ചെയ്യുന്ന കാര്യം നമുക്ക് കൺഫ്യൂഷൻ ആണ്. ഈ നിന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ത് ചെയ്യും? നീ കൊറേ ആലോചിക്കും. അല്ല നാളെ ബന്ധം വരുമോ ഇല്ല പറഞ്ഞില്ല. ഇപ്പൊ എന്തായാലും ബന്ധമില്ല. ഇപ്പൊ എന്തായാലും ഒരു ബന്ധമില്ല. ഇത് റിയൽ ലൈഫിൽ ഒരു ബന്ധമില്ല. ഒരു വെറും കണ്ടന്റ് മാത്രം, അല്ലെങ്കിൽ ചാറ്റ് പറയുന്ന ചാലഞ്ച് കണ്ടന്റ്, ഈ ഒരു സാധനം മാത്രം വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രപ്പോസ് ചെയ്യട്ടെ. അല്ല നിനക്ക് ഇവന്റെ ഒരു അംശമായിട്ട് മോണിക്ക ബെലൂച്ചി ഇറങ്ങി വന്നാലേ തന്നാമില തന്നാമില തന്നാലേ മോണിക്ക ബെലൂച്ചി ഇറങ്ങി വന്നാലേ ഇറങ്ങി തന്നാമില തന്നാമില വന്നാച്ചേ ഇറങ്ങി തെരമാച്ചേ മരമാലി താനി ഇറങ്ങി തരമാലി തരമാലി താനി മോണിക്ക ബെലൂച്ചി ഇറങ്ങി വന്നാലേ. ലൈവ് ആണെന്നുണ്ടാവും. ഉറങ്ങാൻ ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് ലിപ്സ്റ്റിക്കും മേക്കപ്പും കണ്ണ് എഴുതിട്ട് നീ ഉറങ്ങണം. ആണോ? അപ്പൊ ഞാൻ വിളിച്ച കാര്യം എന്ന് വെച്ചാല് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് മമ്മും ആദിലും വന്ന് റീൽ എടുത്തില്ലല്ലോ. ഞാനും ഉണ്ടായിട്ടില്ല. വേറെ അന്നെ ഒഴിവാക്കിയില്ല നിങ്ങള്. അല്ല നിങ്ങ മറ്റേതിലാണ് കൂട്ടിയില്ല. ആദിലും എന്തോ ചിരഞ്ജീവിയാ. ഡാൻസിൽ ഞാൻ പഠിക്കുമ്പോളെ. അല്ല എന്റെ ചെക്കന് ഒരു കാര്യം ഒന്നുമില്ല, വേറൊരു കാര്യം പറയാനാ. ഞാൻ ലൈവാണ്. അപ്പം ഇത് എന്തായിരുന്നു? അല്ല, ഞാൻ കുറെ കാര്യത്തിൽ ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ലൈവിൽ ചാറ്റ് പറഞ്ഞ ഇപ്പൊ തന്നെ പറ, എന്തിനാ വലിച്ചു നീട്ടുന്നതെന്നല്ല പറഞ്ഞോണ്ട് പിന്നെ ഞാൻ പ്രഷറായി. അല്ല പ്രാങ്കൊന്നല്ല, പ്രാങ്കൊന്നല്ല. ഇത് റൊമാന്റിക്കാണ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഇപ്പോൾ മോനെ ഇത് നീ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് നടക്കൂല. കാരണം ഇത് നടക്കൂല. ഇത് സീന. ഞാൻ എന്ത് പറയണം? നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സ് നീ വിളിച്ചിട്ട് ഒരു പാട്ടങ്ങ് പാടി കൊടുത്താൽ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രഷർ ജോലിയാണല്ലേ. ഞാൻ പറഞ്ഞ നീ എന്റെ ചുടു, ഞാൻ നിന്റെ മടു. തലക്കെ ഒരു കുത്തു കുത്തു. അതെന്റെ അമ്മല്ലേ പറയല്. അത് പൊമ്പിള്ളോട് പറയാൻ പറ്റാ. ഞാനതിന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഞാൻ ഒരു കാര്യം, ഈടെ എല്ലാം ഇടുന്ന ഓരോ ആൾക്കാർ, ഓരോ ഇൻഡിവിജ്വൽസിനോടാണ് ഞാൻ പറയുന്നത്. ഇതിൽ എല്ലാം ഇടുന്ന ഓരോ ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് റിയാലിറ്റി ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു പെണ്ണ്, ഒരു സുന്ദരിയായ ഒരു പെണ്ണ്,
നിങ്ങൾക്ക് അവളോട് സംസാരിക്കാൻ വരെ പേടിയാണ്. അങ്ങനെ ഒരു പെണ്ണിനോട് പ്രപ്പോസ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ എങ്ങനെ ഇരിക്കും? ശരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, എങ്ങനെ ഇരിക്കും? ഇതിന്റെ പ്രഷർ നിങ്ങൾ ആലോചിക്കും. ഇത് പിന്നാന്ന് വെച്ചാൽ ഇതിന് വേറെ കുറെ ഇമോഷണൽ പ്രശ്നങ്ങളുണ്ട്. നീ എന്താ പറയുന്നത്? ഇപ്പം ഓക്കെ, ഇപ്പൊ എനക്ക് ഓണോടൊന്നുമില്ല, ഓക്കെ എന്നോടൊന്നുമില്ല, അങ്ങനെയുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് പറയുന്നതോടുകൂടി എന്തെങ്കിലും വന്നാലോ, ഓളെ മനസ്സിൽ എന്തെങ്കിലും വന്നാലോ, അല്ല എന്റെ മനസ്സിൽ എന്തെങ്കിലും വന്നാലോ, ഇങ്ങനെ ഒരാൾ ഇമോഷൻ വെച്ച് കളിക്കുന്നതിന് കാര്യം എന്താ? അല്ല ശരിയാ, കീപ് ഇറ്റ് പ്രൈവറ്റ് ആൻഡ് ഇറ്റ്സ് പെർമനന്റ് അല്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ പറയുന്നത് പ്രപ്പോസ് ചെയ്യും ഗൈസ്, എന്നിട്ട് ഞാൻ പബ്ലിക് ആയിക്കോളാം. കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പബ്ലിക് ആക്കും എന്റെ റിലേഷൻ. മനസ്സിലാവും? കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പബ്ലിക് ആക്കും, അതാ നല്ലത്. കല്യാണം കഴിഞ്ഞിട്ട് പബ്ലിക് ആക്കും. കല്യാണത്തിന് അന്ന് കുട്ടികളായിട്ട് അമേരിക്ക പബ്ലിക് ആക്കാടാ. ഓക്കെ, മതിയില്ലേ, മതി. നൈസ് ട്രൈ അല്ല, നൈസ് ട്രൈ. ആ നൈസ് ട്രൈ അല്ല അല്ല അല്ല. ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു പൊട്ടന്റെ ലൈവാണ് നിങ്ങളൊക്കെ കാണുന്നത്. ബിഗ് എൽ വൈ പറഞ്ഞ വളരെ ലൈവ് ഒന്നതാണ്. പ്രപ്പോസ് ചെയ്യണ്ട, ഇവിടെ മുഴുവൻ ആരും പ്രപ്പോസ് ചെയ്യണ്ട. പിന്നെന്താ ചെക്കനെ പറയണ? എല്ലാം തമാശാക്കുന്നതായിരിക്കും. സപ്പോർട്ടറാണ്, പക്ഷെ ഇങ്ങനെ നമ്മളെ കുത്തി കുത്തി പറയുന്ന ഒരു സപ്പോർട്ടർ. ഇത് എനിക്ക് തോന്നുന്നു നിന്നെ തിരികേറ്റാൻ വേണ്ടിട്ടാ. മുന്നേ നല്ലതെല്ലാം പറയുന്നത് ഇതെന്താ, ഇത് വെറുതെ തമാശക്കാക്കുന്നതായിരിക്കും, മോട്ടറാക്കാൻ വേണ്ടിട്ടായിരിക്കും. ഒരു പെണ്ണിന് പ്രപ്പോസ് ചെയ്യാൻ പോലും അറിയാത്ത ആരോ മോനെ ഫീലിങ്സ് വെച്ച് കളിക്കണമെന്ന് വെച്ചിട്ട്. അല്ലാണ്ട് ഞാൻ ഈ പരിപാടി അറിയാത്തോണ്ടല്ല, മനസ്സിലാ. 10 സെക്കൻഡോട് അമ്മയോട് ഒരു ഐഡിയ വാങ്ങിയതാ ഞാൻ. അതിന്ന് തീർക്കും ഞാൻ. അതിലെ കാര്യം നിന്നെ മണ്ടനാക്കിയതാ. ആ നീ ഇപ്പൊ ഒരു പൊട്ടനായല്ലോടാ. അതായത് ഇപ്പൊ നമ്മ ബൈക്കിൽ പോന്നെ ആരാ മണ്ടെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചത്. എന്താണ് ആ കോമാളി നീ കാണിക്കുന്നത്? ഇന്നാഴ്ച വീഡിയോ ഒന്നും കാണിക്കണ്ട, മാറ്റിങ്ങ. എന്തൊരു കോമാളി, അതാ നീ കോമാളി പട്ടി. മോണിക്ക വെല്ലുച്ചി ഇറങ്ങി വന്നാലോ മതി. അല്ല സ്പാം ചെയ്യുന്നുണ്ട്. ഞാൻ വായിക്കും, അല്ല ഞാൻ പറയും. പ്രപ്പോസ് ചെയ്യാൻ അറിയില്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താടാ മാങ്ങ വത്തക്ക മുഖൻ പോങ്ങ. എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, ബേസിക്കലി ഇതൊരു പ്രപ്പോസൽ. എന്താ മോളെ ഫിദാശറിന്, എന്താ മോളെ ആരോടെ പ്രപ്പോസ് ചെയ്യാൻ അറിയാത്ത ആള്? ആരോടോട് കളി? ഇല്ലല്ലോ, ഞാൻ അത് റീസെന്റ് ക്ലിയർ മോനെ ഞാൻ പ്രപ്പോസ് ചെയ്ത ഒരിക്കലും ഇതിന്റെ ഒരു അക്ഷരം ഉണ്ടോന്ന് ഞാൻ വിചാരിച്ചെടുത്തുന്ന് ഇത്രയും ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു ഡബ്ല്യൂ, അതിന് നീ ഏതാ ഫിദാശ പറഞ്ഞ കാര്യം? Anyways, okay, let's continue. എത്ര സമയം തന്നെ കളഞ്ഞത് ഈ ഫിദാന്ന് പറയുന്ന ഈ ലൊട്ടച്ചി. നമ്മളൊന്നും പറയുന്നില്ലല്ലോ, മെസ്സേജ് ഒന്നും. നീ അതിനെന്താ പറഞ്ഞത്? മരുന്നടിക്കാൻ വരുന്ന പോലെ എന്തോ പറഞ്ഞു. ആണോ? ഏത് നമ്മളെ ടർക്കി കോയി മുഖൻ? ഒരിക്കലും ആ ചന്ദ്രത്തിൽ ഒരിക്കലും അനി ഞാൻ വിശ്വസിക്കും, ഇത് ഞാൻ വിശ്വസിക്കൂല. റാപ്പ് നിയമാനം റിപ്ലൈ ഇല്ല, അന്ന് തന്നെ ഉള്ളത്. അവള് ഉറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ. എന്തോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞത് എനിക്ക് ഓള് വിചാരിച്ചിട്ടുണ്ടാവാം. ഗുഡ് നൈറ്റ് ഇതുപോലെ നീ പറഞ്ഞത് അത്ര ഒരു സെക്കൻഡ് പോലും എടുത്തില്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ പറയുന്നതിനൊന്നും ഒരു റെസ്പോണ്ടും ഇല്ല. ഒന്നുകൂടി വിളിച്ചോ. ഇത് സുഭദ്ര ഇത്ര പേഴ്സ് പ്രപ്പോസ് ചെയ്താൽ നിന്റെ വില പോയി
ഇതിനേക്കാൾ ബെറ്റർ ആയി കുര്യാക്കോസ് പ്രപ്പോസ് ചെയ്യുന്നു. ഞാനില്ല, ഞാൻ പ്രപ്പോസ് അത് കുഴപ്പമില്ല. ആണോ ഫിദമോളെ? എന്നാ പോയി ആടി ഇരിക്കും. കേട്ടില്ല, നടക്കൂല. ഇനിയില്ല ഡബ്ല്യൂ ഇട്ടോ, എല്ലാവരും ഡബ്ല്യൂ ഇട്ട്, ഓൾറെഡി ഡബ്ല്യൂ ഇട്ട്. ഓക്കെ, ഇത് ചാലഞ്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല, സ്ട്രീം കണ്ടില്ല, നമുക്ക് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനില്ലേ? സ്ട്രീം കണ്ടില്ല. ആദ്യം എന്തെങ്കിലും ഇമോഷണൽ ആണ്, ഞാൻ പറഞ്ഞത് എന്തുണ്ടാകാന് അതിന് അത്രയും അവന്റെ അവിടെ അനിയനെയും കാട്ടി ചെറുതാ, ചെറിയ അനിയൻ. കുര്യാക്കോസ് പറഞ്ഞിട്ട് 200 rupees കുര്യാക്കോസ്. ഫിദ എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ എനിക്കും ഇത് ചാറ്റിനെ ബാധിക്കൂല, ബട്ട് നിങ്ങൾക്ക് രണ്ടാളെയും ബാധിക്കും. ചാറ്റിലെ നിങ്ങൾ പറയുന്ന കേട്ട് തുള്ളാൻ നിൽക്കണ്ട. ആ ഫിദ എന്ന് പറയുന്ന ആൾ നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കുന്നത്. Come on, let's go. Vishnu Kumar super chat. Let's go. എന്താ ചെയ്യണ്ട? പറ. Let's go. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ഒന്നുമില്ല. ഇനി ഇത് പറഞ്ഞോണ്ടിരിക്കല്ല. നമ്മളതിനെ ചിന്തിക്കുന്നില്ല ഇതിനെ കുറിച്ച്. എന്താണ് റിപ്ലൈ ചെയ്യാത്ത? പണ്ടങ്ങനല്ലേ? ഇത് നോക്കൊരു ബുദ്ധിമുട്ടാവുമ്പോ ഞാൻ കൊറേ പ്രാവശ്യം ഞാൻ വിളിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കാര്യം ചോദിച്ചിട്ട് പിക്കപ്പ് ലൈൻ സിറ്റുവേഷൻ ഒന്നും കണ്ട ഞാൻ സിറ്റുവേഷൻ ഉണ്ടാക്കി തരാം. ഹായ് മേറെ, കാര്യമൊന്നും വേണ്ട. എന്റെ ചെക്കൻ എന്തോ പറഞ്ഞു പോയതേ ഉള്ളൂ. ഇതിൽ വിഷമിക്കാവുന്നില്ല. ഒരു ശരിക്കും ആത്മാർത്ഥമായിട്ട് നിന്നെ ഇഷ്ടമാണ് അല്ലെ? ഇങ്ങനെയല്ലേ? നീ ലൈവ് കാണുന്നുണ്ടല്ലോ, ലൈവ് അതിന് ശേഷം നോക്കിയിട്ടുണ്ടാവില്ലല്ലോ. സംഭവം മനസ്സിലായല്ലോ? മനസ്സിലായില്ല? പിന്നെ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? നീ എന്താ കണ്ണെല്ലാം കലങ്ങിയ ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ മുഖത്തുണ്ട് അതെല്ലാം ഉണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഇത് ആണ് ഒന്നല്ല. നീ എന്താ ഒതുങ്ങിയിരിക്കുന്നേ? പിന്നെ ഇത് മമ്മ പറയുന്നത്. അപ്പൊ നിങ്ങക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങക്ക് ഇവനോട് എന്തെങ്കിലും ഇതുണ്ടാ? ചക്കനോട്, കുട്ടൂരിനോട്? എന്റെ കുട്ടൂരിനെ നീ എങ്ങനെ കാണുന്നു? അതൊക്കെ അറിയണം. പിന്നെ ലൈവ് അതിനെന്താ? നീ കാര്യം പറ. എന്റെ കുട്ടൂരിനോട് എനിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാ? ലൈവ് ആയോടെ അപ്പൊ നീ അങ്ങനെ പറയുന്നേ? പേടിയാണ്. അപ്പം നീയാതെ പണി പാടിയാ മോളെ. റിയലി സോറി. അല്ല ഞാനിത് ഇവരിങ്ങനെ ഇത് ലൈവ് ചെയ്യാൻ സമ്മതിക്കാത്ത ലെവലില് എല്ലാം ഇത് വിട്ടിട്ട് ഞാൻ വന്ന് ഇതാക്കിയതാണ്. പറഞ്ഞാട്ടാ ഞാൻ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞ ഇല്ല. എനിക്ക് തോന്നിയതാ. എനിക്ക് പെട്ടെന്ന് തോന്നി. സോറി. മൈ ബേഡ്. എനിവേസ് അപ്പം നോ ഹാർഡ് ഫീലിങ്സ്. ഓക്കെ. അല്ല അങ്ങനെ പറഞ്ഞ സോറിന്റെ വേറൊരു വാക്കാണ്. സോറി പറഞ്ഞത്. അല്ല ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. പാതിരാത്രി 1 മണിക്ക് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമല്ല. അതുകൊണ്ടൊരു സോറി പറഞ്ഞ. ആരാ വന്നേ? പിള്ളേരാ? കൊറേ ആൾക്കാർ സൗണ്ട് ഡോർ എടുക്കാതാ. സൗണ്ട് ഇങ്ങോട്ട് വരും.
അപ്പം ഇതെന്താ? അല്ല ചാറ്റ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല. ചാറ്റ് പറഞ്ഞ ഷീ ലവ്സ് യു എന്ന് പറഞ്ഞാണ് ചാറ്റ് സ്പാം ചെയ്യുന്നത്. എന്താണ്? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല പെട്ടെന്ന് പറയാൻ പറ്റില്ല. ആർക്കും എന്തും സംഭവിക്കാനില്ല ലോകത്ത്. കാക്കവരെ മലർന്ന് മറക്കുമല്ലോ. ആണ് അതാ ആണ് അതാ അതുകൊണ്ടാണോ? അല്ലെങ്കിൽ പിന്നെ ആ അപ്പൊ നിനക്ക് എങ്ങനത്തെ ആളെ ഇഷ്ടം? ആരെയും കിട്ടിയാ മതിയാ? കണ്ട സെമീറന്മാരെല്ലാം കിട്ടിയാ മതിയോ? എക്സ്ട്രോവേർട്ടിനെ ഇഷ്ടം? ഞാൻ എക്സ്ട്രോവേർട്ടാ. ഞാൻ രണ്ടിന്റെ അടിയിലാ. ആംബിയോട്ടാണോ? ആംബിവർട്ട് ഓക്കെ ആണോ? എനിക്ക് ആംബിവർട്ട് ഓക്കെ ആണോ? അല്ല ആണോ ഇല്ലയോ ഞാൻ ചോദിക്കുന്നത്. അത് ഇവരുമായിട്ട് ബന്ധമൊന്നുമില്ല. ആംബിവർട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ? ആണ് ആണോ? ആ തീരെ ആംബിവർട്ട് എന്ന് പറഞ്ഞാൽ തീരെ ഇൻട്രോവേർട്ട് അല്ല. അപ്പൊ ആണോ ഇല്ലയോ? ആണോ? അതാരാ? അടുത്താരാ? എട്ടുകാലി. അല്ല അപ്പൊ എന്താന്ന് പേടിച്ചു മറന്നു. നിന്റെ പേരെന്താ? അല്ല എന്താ ചോദിക്കണ്ടേ? നമ്മളുടെ ഒരു കൂട്ടം ഇൻട്രോവേർട്സ് ആണ് സംഭവം. ബേസിക്കലി ആ സംഭവം. ഞാനും വെറുതെ എക്സ്ട്രോവേർട്ടായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആണ്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? അതെന്താ? അതെന്താ നിനക്ക് അറിയാന്ന് പറഞ്ഞ ഞാൻ ഇൻട്രോവേർട്ട് അറിയാന്ന് പറഞ്ഞ അതിനെന്താ നീ കാരണം ഉണ്ടോ? അങ്ങനെ തോന്നാൻ കാരണം? അതെ ഞാൻ സൈലന്റാ. റിയലി ഞാൻ സൈലന്റാ. അപ്പൊ ആംബിവർട്ട് ഓക്കെ അല്ലേ? ആംബിവർട്ട് ഓക്കെ അല്ലേ? നമുക്ക് ഉറപ്പിച്ചോടെ? 1 തരം 2 തരം 3 തരം ഓക്കെയാണ്? ഓക്കെയാണ് ഓക്കെയാണ്. അപ്പം അല്ല അങ്ങനെയല്ല. നമുക്ക് സംസാരിക്കാം. നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ അല്ലെ. അപ്പം നമുക്ക് ഇങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ ഷെയർ ചെയ്യാമല്ലോ അല്ലെ. എന്തായാലും നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി, എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി. അപ്പൊ നമ്മൾ അങ്ങോട്ടും സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല അങ്ങനല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നും വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അപ്പം ഒരു ആംബിവേർട്ട് ആയിട്ടുള്ള വേറെന്താ നിന്റെ സങ്കല്പം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള? ജസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഒരു ടൈമിൽ 2-3 പേരെ നോക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് സിറ്റുവേഷൻഷിപ്പിന്റെ കാര്യമല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള. കല്യാണം കഴിച്ചാ പിന്നെ വേറെ ആളെ നോക്കൂലല്ലോ. അതൊന്ന് പിന്നെ വേറെ അപ്പൊ ലോയൽറ്റി ആണ് ഇതിന്റെ ഏറ്റവും മെയിൻ. നീ അതിന് ഏറ്റവും കൂടുതലുള്ളത് ലോയാലിറ്റിയാണ്. നീ അതിന് ഏറ്റവും കൂടുതൽ ലോയാലിറ്റിയും പിന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ സാധനം ഞാൻ മറന്നുപോയി. അതുമാണ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞ ഗോദ്രേജിന്റെ ഇൻവേർട്ടർ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ഞാൻ ജസ്റ്റ് അറിഞ്ഞു നോക്കുന്നുള്ളൂ. പിന്നെ ഹൈറ്റ് ഞാൻ പറയട്ടെ, എന്റെ സങ്കല്പത്തില് എക്സ്ട്രോവേർട്ട് മാത്രല്ല ഇൻട്രോവേർട്ട് മാത്രല്ല കേട്ടോ. എക്സ്ട്രോവേർട്സിനും കുഴപ്പമില്ല, എക്സ്ട്രോവേർട്സ് നല്ലതാ. ഞാൻ പിന്നെ പെട്ടെന്ന് ആ സമയത്ത് നീ എന്നോട് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയത് അതാണ് ഇൻട്രോവേർട്സ് എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഓരോ സമയത്ത് ഓരോ മൈൻഡാവും. ഞാൻ മാറി അപ്പൊ എക്സ്ട്രോവേർട്ടും കുഴപ്പമൊന്നുമില്ല. ഹൈറ്റ് ഉള്ള ആളെയാണോ ഇഷ്ടം ഹൈറ്റ് ഇല്ലാത്ത ആളെയാണോ ഇഷ്ടം?
ഹൈറ്റ് ഉള്ള ആള് ആ. എന്നാ പിന്നെ ചെറിയ അപ്പൊ ഈ പക്രൂന ഇഷ്ടമല്ല അല്ല ഓ പക്രു ഞാൻ അത്ഭുതത്തിൽ അഭിനയിക്കുന്ന ഇവ നീ മടിച്ചത് ഞാൻ എനിക്ക് പണി വെക്കും പണി ചെയ്യും എന്നാ ഓക്കെ അല്ല എന്താണ് അപ്പൊ ഓക്കെ നേരെ ഞാൻ ജസ്റ്റ് ഈ ഒരു സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സെൻസസ് ഞാൻ പെൺകുട്ടികളുടെ സെൻസസ് ഒന്നും എടുത്തു ഇവിടെ ഭാരത സർക്കാരിന് സെൻസസ് ഒന്നല്ല നേരെ ഞാനുള്ള കാര്യം പൊതു താല്പര്യാർത്ഥം കേരള സർക്കാർ പുറപ്പെടുവിക്കുന്നത്. ബൈ സി യു. ബൈ ബൈ. ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ വിളിക്കുന്നത്? അല്ല ചോദിച്ചാ അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് അല്ല എന്നോട് ഇടക്കിടക്ക് ആൾക്കാർ വിളിക്കാൻ പറയും. തൊപ്പി ഇന്ന് ഞാൻ വിളിച്ചില്ലേ അപ്പൊ എനിക്കിന്ന് തൊപ്പി വിളിച്ചപ്പോ ഞാൻ തൊപ്പിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചില്ല. വേറെ നീ അങ്ങനെ തൊപ്പി വിളിച്ചില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. നീ എത്ര ദിവസം കൊണ്ട് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു? ഞാൻ ഇന്ന് ആ അതിന് മുന്നേ എപ്പോ വിളിച്ചത്? ഇങ്ങനെ അതിന് മുന്നേ കൊറേ കാലം മുന്നേ. അത് ഇന്ന് എന്തോ ഇതിന് ഇവര് മൂന്നാളും റീൽസ് എടുക്കാൻ പോയപ്പം ആടുന്ന് വിളിച്ചാ ആണ് വിളിച്ചത്. വരുന്ന വെച്ചിട്ട് വിളിച്ചത്. ഒറ്റ പ്രാവശ്യം വിളിച്ചതാണ്. പിന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. നമ്മളെപ്പോ വിളിക്കണ്ടെന്നല്ല വിചാരിക്കും. അപ്പം എനിവേസ് അപ്പൊ സിയോ അതെ ബൈ. അപ്പൊ ഇടക്കിടക്ക് വിളിക്കുന്നതിന് കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല. വിളിക്കാം. ഓക്കെ സിയോ. അപ്പൊ ഓക്കെ ഞാൻ എന്തോ പറയാൻ വന്നതിന് മറന്നുപോയി ബൈ. ഓക്കെ ശരി. ഓക്കെ ഗൈസ് കോൾ അടിച്ചല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് രണ്ട് ഗ്രോൺ അഡൾട്ട്സ് ഗ്രോൺ പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, ഐഡിയാസ് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലാണോ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു. മോനെ? ആരാണ് എൽ കോൺവെർസേഷൻ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ? ഫിദെ ആരാ പറഞ്ഞത്? എന്തേ നല്ല പ്രോപ്പർ റിസ് കോൺവെർസേഷൻ റിസ് ടോക്കാണ് ഇപ്പം കഴിഞ്ഞ. റിസ് മാസ്റ്റർ കുട്ടു റിസ് മാസ്റ്റർ ആണ്. തൊപ്പി എന്ന നിഹാദിനെ ഒരുപക്ഷെ മേയർ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ നിഹാദ് എന്ന തൊപ്പിയെ മേയർ ഇഷ്ടപ്പെടുന്നു. എനിക്ക് പറഞ്ഞാൽ എവിടെയോ ഒരു പ്രണയം പൂക്കുന്നു, വാക്കുകൾ ചുരുങ്ങുന്നു, ശബ്ദം ഇടർന്നു, കണ്ണുകൾ ഉടക്കും. നിന്റെ മോന്തൊക്കെ ഇട്ട് ഇടിക്കുന്നു. കുര്യാക്കോസ് ഫ്രണ്ട് ഡബിൾ സൂപ്പർ ചേട്ടാണ്.